പ്രേമം നടക്കുമ്പോ വീട്ടുകാരും ജ്യേഷ്ഠന്മാരും ഉസ്താദുമാരും ഗുരുനാഥന്മാരും പിന്തിരിപ്പിക്കാൻ നോക്കുമ്പോ അതൊന്നും ചെവിക്കൊള്ളാതെ ഒരു മരകഷ്ണത്തോട് പറയുന്ന പോലെ, പെണ്ണെ മോളെ നമുക്ക് ഈ ബന്ധം പാടില്ലെന്ന് പറയുമ്പോ ചെവിക്കൊള്ളാതെ, നിർജീവ വസ്തുവിനോട് പറയുന്ന പോലെ മാതാപിതാക്കളെ കണ്ണീരിലാഴ്ചി മാതാപിതാക്കളെ സങ്കടപ്പെടുത്തി കണ്ടവരുടെ കൂടെ ഇറങ്ങി ഓടുന്ന പെൺമക്കളെ, നിങ്ങൾ ഓടുന്നത് ഏത് ലോകത്തേക്കാണ്? ഇവിടേക്കാണ് നിങ്ങൾ ഈ ഓടുന്നത്. ആ ഓട്ടമൊന്ന് നിലക്കില്ലേ? നിങ്ങളുടെ കിടപ്പൊന്ന് നിൽക്കില്ലേ? നിങ്ങളുടെ കാലുകൾക്ക് ഓടാനുള്ള ശേഷി നഷ്ടപ്പെട്ട് ഒന്ന് തളർന്നു പോവില്ലേ? അങ്ങനെ നിങ്ങളെ 6 കാലിലുള്ള കട്ടിലിൽ കിടത്തി പൊതിഞ്ഞു കൊണ്ടുപോയി മണ്ണിൽ കൊണ്ടുപോയി വെക്കില്ലേ? മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. മണ്ണിൽ നിന്നാ നിങ്ങളെ പടച്ചത്, മണ്ണിലേക്കാ നിങ്ങളെ കൊണ്ടുപോകുന്നത്, ഇവിടെ നിന്ന് തന്നെയാ രണ്ടാമതും നിങ്ങൾക്ക് പുനർജന്മം നൽകുന്നതെന്ന് അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ച് നിങ്ങളെ ഖബറിലേക്ക് വെക്കുമ്പോൾ ഈ ഓടിയത് നിങ്ങൾക്ക് ഇഷ്ടമാകുമോ? കണ്ടവന്റെ കൂടെ നടന്ന നിമിഷങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമോ? പ്രേമവാക്കുകൾ പറഞ്ഞത്, പരസ്പരം ടെക്സ്റ്റ് മെസ്സേജുകൾ ചെയ്തത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമോ? അച്ചടക്കമുള്ള ഒരു മുസ്ലിം കുടുംബത്തിൽ, അച്ചടക്കമുള്ള മുസ്ലിം കുടുംബത്തിൽ ഒരു ബാപ്പ തന്റെ മക്കളോടൊപ്പം ഒരു ദിവസം ബാപ്പയുടെ ജോലി തിരക്കെല്ലാം മാറ്റിവെച്ച് ഒരുമിച്ച് മക്കളോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന ദിവസം വന്ന് നോമ്പുള്ള ദിവസമാണ്. ആ ദിവസം നോമ്പ് തുറക്കുകയാണ്. മക്കളോടൊപ്പം അതിനു മുമ്പ് ബാപ്പ ഒരു ഗെറ്റ് ടുഗദർ വെച്ചു. കുടുംബക്കാരും ബന്ധുക്കളും ഒരുമിച്ചൊന്ന് പരിചയപ്പെടാൻ, സമയം ചെലവഴിക്കാൻ. ഇന്നതില്ലല്ലോ. ബാപ്പ വാട്സപ്പില്, ഉമ്മ വാട്സപ്പിൽ വേറെ, മോൻ വാട്സപ്പിൽ വേറെ ആരോടെങ്കിലും, മോള് വേറെ ആരോടെങ്കിലും, എല്ലാവരും ഓരോ ലോകവുമായി. വീടെന്ന ലോകത്താരുമില്ല. തൊട്ടടുത്തിരിക്കുന്നവർ തമ്മിൽ വർത്താനം പറയുന്നില്ല. രണ്ടുപേരും അങ്ങ് ഗൾഫിലുള്ളവനോട്, ഒരാൾ ചൈനയിലുള്ളവനോട്, ഒരാൾ യൂറോപ്പുകാരനോട്. എന്താണ് ഈ നടക്കുന്നത്? സ്വന്തം അരികത്തുള്ള ആളോടൊന്ന് സലാം പറയാൻ, എന്താ വർത്തമാനമെന്ന് ചോദിക്കാൻ നേരമില്ല. എല്ലാവരും ദൂരമുള്ളവരോടാ, അടുത്തുള്ളവർ ഇതിനേക്കാളും വലിയ ദൂരത്തിൽ. സുബ്ഹാനല്ലാഹ്. ആ വാപ്പ പറഞ്ഞു മക്കളോടൊക്കെ താഴെ വരും. മോള് പറഞ്ഞു, ഉപ്പാ അമ്മായിയുടെ മോള് വന്നിട്ടുണ്ട്, അവൾ എന്റെ കൂടെ റൂമിലുണ്ട്, അവൾ താഴെ ഇറങ്ങാൻ ഇറുക്കമല്ലെന്ന് പറഞ്ഞു. എന്നാലായിക്കോട്ടെ. എല്ലാ മക്കളും കൂടെയുണ്ട്. 16 വയസ്സുള്ള ഈ മോള് മാത്രം ഇടക്കിടക്ക് താഴെ വരും. വാപ്പയും മക്കളും ഉമ്മയും കൂടിയിരിക്കുന്ന സദസ്സിലേക്ക് വന്ന് എന്തെങ്കിലും 2-3 മിനിറ്റ് ഇരിക്കും, വീണ്ടും മേലെ പോകും. കുറെ നേരം കഴിഞ്ഞ് താഴെ വരും. ഒരുപാട് നേരമായി, മഗ്രിബിന്റെ നേരമായി, നോമ്പ് മുറിക്കാൻ നേരമായപ്പോ വാപ്പ പറഞ്ഞു, മോളെ നോമ്പ് മുറിക്കാൻ വാ, നീയും വാ, അമ്മായിയുടെ മോളെയും വിളിച്ചോളൂ. വാപ്പയുടെ പെങ്ങളുടെ മോളാന്നാ പറഞ്ഞത്. ആ അമ്മായിയുടെ മോളെയും, നിന്റെ അമ്മായിയുടെ മോളെ, എന്റെ പെങ്ങളുടെ മോളെ, അവൾ നിന്റെ കൂടെ റൂമിലുണ്ട്, നിന്റെ കൂടെ വർത്തമാനം പറഞ്ഞിരിക്കാൻ കൊതിക്കുന്ന അവളെയും വിളിച്ചോളൂ താഴേക്ക് നോമ്പ് തുറക്കാൻ. ഉപ്പ അവൾക്ക് നോമ്പില്ല, അതുകൊണ്ട് നാണമാണ്. നോമ്പില്ലാതെ അവൾ എങ്ങനെയാ നോമ്പ് തുറക്കാൻ വരിക? അതിന് സാരമില്ല, നമ്മുടെ ബന്ധുവല്ലേ അവള്, സാരമില്ല, താഴേക്ക് വിളിച്ചോളൂ, അവള് നമ്മുടെ കൂടെ വന്ന് ഭക്ഷണം കഴിച്ചോട്ടെ, നോമ്പ് തുറക്കുന്ന സമയമല്ലേ. മോൾ ഇറങ്ങി വന്നു, അമ്മായിയുടെ മോൾ ഇറങ്ങി വരുന്നില്ല. അപ്പോഴാണ് വാപ്പ പോകുന്നത്. വാപ്പയായിട്ട് ചെല്ലിപ്പിന്ന് വിളിച്ചു നോക്കാം. അപ്പോൾ പറഞ്ഞു, ഉപ്പാ പോവല്ലിൻ, അവൾ ഉറങ്ങുകയാണ്, അവൾ ഇന്നലെ ഉറങ്ങിയിട്ടില്ല അത്രേ, അവൾ ഉറക്കത്തിലാണ്, അതുകൊണ്ട് ശല്യം ചെയ്യണ്ട. എന്നാലും മോളെ ഞാനൊന്ന് പോയി വിളിച്ചു നോക്കാമെന്ന് റൂമിലേക്ക് ചെന്ന് പുതപ്പെടുത്തു നോക്കുമ്പോൾ അത് മോളല്ല, അതൊരു മോനാണ്. നോക്കുമ്പോൾ ഏതോ ഒരു നാട്ടുകാരൻ, ഏതോ ഒരു ചങ്ങാതി ഇവളുടെ കൂടെ വന്ന് കിടക്കുകയാണ്. പോലീസുകാരെ വിളിച്ച് വിവരമറിയിക്കുന്നു, കയ്യോടെ പിടികൂടുന്നു. നോക്കുമ്പോഴാണ് അറിയുന്നത്, നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ, മൂക്കിന്റെ മുമ്പിൽ നമ്മുടെ മക്കൾ പച്ചക്കള്ളം മുഖത്തോക്ക് നോക്കി പറഞ്ഞിട്ട് കഠിനമായ ശിക്ഷയുള്ള എറിഞ്ഞു കൊല്ലണം എന്ന് വരെ ശറഅ് പറഞ്ഞ തിന്മകൾ നമ്മുടെ വീടിന്റെ ഉള്ളുകളിൽ നടക്കുമ്പോൾ പോലും രക്ഷിതാക്കൾക്കറിയാൻ കഴിയുന്നില്ല. എന്ത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്? എവിടെയാ നമ്മൾ ജീവിക്കുന്നത്? നമ്മുടെ കൺമുമ്പിലാണ് കാര്യങ്ങൾ നടക്കുന്നത്, നമുക്കറിയാൻ പറ്റുന്നുണ്ടോ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, മാ തറക്തു ബഅദി ഫിത്നതൻ അദറ അലൽ റിജാലി മിനൻ നിസാ. എന്റെ വഫാത്തിന് ശേഷം എന്റെ ഉമ്മത്തിലെ പുരുഷന്മാർ നേരിടുന്ന ഏറ്റവും വലിയ പരീക്ഷണം പെണ്ണുങ്ങളിലൂടെയായിരിക്കും, സ്ത്രീകളിലൂടെയായിരിക്കും. അതുകൊണ്ട് സഹോദരിമാരോട്, എന്റെ വിദ്യാർത്ഥി ജനങ്ങളോട്, അല്ലാഹുവിനെ ഭയപ്പെടുന്ന മക്കളോട്, മുസ്ലിമീങ്ങളായ മുസ്ലിമത്തുകളായ മക്കളോട് പറയട്ടെ, നിങ്ങൾ
നിങ്ങളുടെ മാതാപിതാക്കളെ കണ്ണീരിലാഴ്ത്തി ഏത് ലോകത്തേക്കാ നിങ്ങൾ ഓടിപ്പോകുന്നത്? എവിടെയാ നിങ്ങൾക്ക് സമാധാനം വേണ്ടത്? സ്വന്തം മാതാപിതാക്കളെ കണ്ണീരിലാക്കിയിട്ടാണോ നിങ്ങൾ പ്രേമത്തിലേക്ക് പോകുന്നത്? സ്വന്തം വീട്ടുകാർ, നാട്ടുകാര്, മഹല്ല് ഭാരവാഹികൾ, മഹാന്മാരായ പണ്ഡിതന്മാരടക്കം ഇടപെട്ടാലും കേൾക്കാത്ത പോലെ, അറിയാത്ത പോലെ ഭാവിച്ച് കണ്ടതുപോലെ കൂട്ടുന്നു നമ്മുടെ ധാർഷ്ട്യമുള്ള മക്കളെ. ഇതിനൊക്കെ നിങ്ങൾ പകരം കണ്ണീര് വാർത്ത് കൊല്ലങ്ങളോളം കരഞ്ഞാലും ആ പാപം തീർക്കാൻ കഴിയില്ല.